നോളജ് ഫാക്ടറിയുടെ പുതിയൊരു വീഡിയോയിലേക്ക് എല്ലാവർക്കും സ്വാഗതം. നമ്മൾ ഇന്ന് ഈ വീഡിയോയിൽ ഈ ആഴ്ചയിലെ ഏറ്റവും പ്രധാനപ്പെട്ട PSC വാർത്തകളെയും അപ്ഡേറ്റുകളെയും കുറിച്ചാണ് സംസാരിക്കാനായിട്ട് പോകുന്നത്. ഏറ്റവും പ്രധാനപ്പെട്ട വാർത്ത എന്ന് പറയുന്നത് 85 തസ്തികയിലേക്ക് PSCയുടെ വിജ്ഞാപനങ്ങൾ വരുന്നുണ്ട് എന്നുള്ള കാര്യം തന്നെയാണ്. അതിൽ വരുന്നത് LD ടൈപ്പിസ്റ്റ് വരുന്നുണ്ട്, അതുപോലെ തന്നെ ഫോർമാൻ വരുന്നുണ്ട്, ആയ, ഇലക്ട്രിസിറ്റി വർക്കർ, അസിസ്റ്റന്റ് എഞ്ചിനീയർ, അസിസ്റ്റന്റ് പ്രൊഫസർ ഉൾപ്പെടെയുള്ള 85 PSC തസ്തികകളിലേക്കാണ് പുതുതായിട്ട് വിജ്ഞാപനങ്ങൾ വരാനായിട്ട് പോകുന്നത്. അപ്പൊ ഏതൊക്കെ വിജ്ഞാപനങ്ങളാണ് എന്നുള്ള കാര്യം നമുക്ക് നോക്കാം ആദ്യം തന്നെ. അപ്പോ വീഡിയോയിലേക്ക് കടക്കുന്നതിന് മുന്നേ ഇതുവരെ ചാനൽ സബ്സ്ക്രൈബ് ചെയ്യാത്ത ആരെങ്കിലും ഉണ്ടെങ്കിൽ ഇതുപോലുള്ള PSC വാർത്തകൾക്കും അപ്ഡേറ്റുകൾക്കും വേണ്ടിയിട്ട് ചാനൽ ഒന്ന് സബ്സ്ക്രൈബ് ചെയ്യുക, ബെൽ ബട്ടൺ എനേബിൾ ചെയ്തിട്ട് വീഡിയോസ് വരുന്നുണ്ട് എന്നുള്ള കാര്യത്തിൽ ഉറപ്പുവരുത്തുക കേട്ടോ. അപ്പോ ഞാൻ ഓൾറെഡി പറഞ്ഞിട്ടുണ്ടായിരുന്നു, ഗസറ്റ് തീയതി വരുന്നത് 17/6/2025 ആണ്. അപേക്ഷ സ്വീകരിക്കുന്ന അവസാന തീയതി വന്നിട്ട് ജൂലൈ 16 രാത്രി 12 മണി വരെയാണ് കേട്ടോ. അപ്പൊ ഏതൊക്കെ തസ്തികകളിലേക്കാണ് വിജ്ഞാപനങ്ങൾ വരാൻ പോകുന്നത് എന്നുള്ള കാര്യം നമുക്കൊന്ന് നോക്കാം. ജനറൽ റിക്രൂട്ട്മെന്റ് സംസ്ഥാന തലത്തിനകത്ത് വരാനായിട്ട് പോകുന്നത് അസിസ്റ്റന്റ് പ്രൊഫസർ ഇൻ ബയോകെമിസ്ട്രി, അതുപോലെ തന്നെ അസിസ്റ്റന്റ് പ്രൊഫസർ, ഇതെല്ലാം ബയോകെമിസ്ട്രിയുടേതാണ്. അതുപോലെ തന്നെ ജനറൽ മാനേജർ കേരള കോഓപ്പറേറ്റീവ് മിൽക്ക് മാർക്കറ്റിംഗ് ഫെഡറേഷൻ, നോൺ വൊക്കേഷണൽ ടീച്ചർ ഇംഗ്ലീഷ് കേരള വൊക്കേഷണൽ ഹയർ സെക്കൻഡറി വിഭാഗം, ലെക്ചറർ ഇൻ ടൂൾസ് ആൻഡ് ഡൈ എഞ്ചിനീയറിംഗ് വിഭാഗം, അസിസ്റ്റന്റ് ഇലക്ട്രിക്കൽ ഇൻസ്പെക്ടർ കേരള ഇലക്ട്രിസിറ്റിയിലേക്കുള്ള അസിസ്റ്റന്റ് ഇലക്ട്രിക്കൽ ഇൻസ്പെക്ടർ വരുന്നുണ്ട്, അസിസ്റ്റന്റ് എഞ്ചിനീയർ വരുന്നുണ്ട്, അതുപോലെ തന്നെ ലോവർ ഡിവിഷൻ ടൈപ്പിസ്റ്റ് വരുന്നുണ്ട് കേട്ടോ. അത് നിങ്ങൾക്ക് കൊടുക്കാൻ പറ്റുന്ന നല്ലൊരു തസ്തികയാണ്. ലോവർ ഡിവിഷൻ ടൈപ്പിസ്റ്റ് വരുന്നുണ്ട്. അതുപോലെ തന്നെ ഫോർമാൻ, ജലഗതാഗത വകുപ്പിലേക്കുള്ള ഫോർമാൻ വരുന്നുണ്ട്. SSLC ജയം അല്ലെങ്കിൽ തത്തുല്യം, പിന്നെ മെക്കാനിക്കൽ എഞ്ചിനീയറിംഗ് കാര്യങ്ങളൊക്കെ അതിനകത്ത് വേണം. അതുപോലെ തന്നെ അസിസ്റ്റന്റ് മാനേജർ ജനറൽ വിഭാഗം വരുന്നുണ്ട്. ഫിഷറീസിലേക്കുള്ള അസിസ്റ്റന്റ് എഞ്ചിനീയർ വരുന്നുണ്ട്. ജില്ലാതലത്തിലേക്കുള്ള ഹൈസ്കൂൾ ടീച്ചർ തസ്തിക മാറ്റം വഴിയുള്ളത് വരുന്നുണ്ട്. തസ്തിക മാറ്റം വഴിയുള്ള അറബിക് ടീച്ചർ വരുന്നുണ്ട്. അതുപോലെ തന്നെ കോൾക്കാർ, ജലഗതാഗത വകുപ്പിലേക്കുള്ള കോൾക്കാർ എന്ന് പറയുന്ന ഒരു തസ്തിക വരുന്നുണ്ട്. അതുപോലെ തന്നെ ലോവർ ഡിവിഷൻ ടൈപ്പിസ്റ്റ് നടക്കുന്നു. ലോവർ ഡിവിഷൻ ടൈപ്പിസ്റ്റ് നിലവിൽ വന്നിട്ടുണ്ട്. ഇതിന്റെ യോഗ്യത വായിക്കാം, SSLC ജയം അല്ലെങ്കിൽ തത്തുല്യം, പിന്നെ ടൈപ്പ് റൈറ്റിംഗ് മലയാളം വേണം. അതുപോലെ തന്നെ ടൈപ്പ് റൈറ്റിംഗ് ഇംഗ്ലീഷ് ലോവർ വേണം. അപ്പൊ ടൈപ്പ് റൈറ്റിംഗ് ഉള്ളവർക്ക് എന്ത് ചെയ്യാം, ഈ പറയുന്ന തസ്തികയിലേക്ക് അപ്ലൈ ചെയ്യാനായിട്ട് കഴിയും. ബാക്കിയുള്ളതൊക്കെ നമ്മുടെ ടീച്ചർ തസ്തികകളാണ്. തസ്തിക മാറ്റം വഴിയുള്ള ടീച്ചർ തസ്തികകൾ വരുന്നുണ്ട്. അതുപോലെ തന്നെ കാറ്റഗറി നമ്പർ 114/2025 എന്ന് പറഞ്ഞിട്ട് LP സ്കൂൾ ടീച്ചർ മലയാളം മീഡിയം തസ്തിക മാറ്റം വഴിയുള്ളത് വരുന്നുണ്ട്. 35,000 മുതൽ 70,000 വരെയാണ് പേയ്മെന്റ് സ്കെയിൽ വരുന്നത്. ഇതിന്റെ യോഗ്യത എന്ന് പറയുന്നത് ഇതിന്റെ സ്പെഷ്യൽ റിക്രൂട്ട്മെന്റിനകത്ത് വരുന്നുണ്ട്. അപ്പൊ എന്തായാലും ആ ഒരു കാര്യം നിങ്ങളൊന്ന് ശ്രദ്ധിച്ചേക്കുക. അതുപോലെ തന്നെ സ്പെഷ്യൽ റിക്രൂട്ട്മെന്റ് ജില്ലാതലം, സ്പെഷ്യൽ റിക്രൂട്ട്മെന്റ് സംസ്ഥാനതലം, NCA ഒക്കെ ഇതിനകത്ത് വരുന്നുണ്ട്. അപ്പൊ എന്തായാലും കൂടുതൽ വിവരങ്ങൾ എന്ത് ചെയ്യാം, ഞാൻ നമ്മുടെ ടെലഗ്രാം ചാനൽ അപ്ഡേറ്റ് ചെയ്തേക്കാം കേട്ടോ. ടെലഗ്രാം ചാനൽ ജോയിൻ ചെയ്ത ആരെങ്കിലും ഉണ്ടെന്നുണ്ടെങ്കിൽ ടെലഗ്രാമിൽ എന്ത് ചെയ്യുക, KFPSC എന്ന് ക്യാപിറ്റൽ ലെറ്ററിൽ സെർച്ച് ചെയ്ത് നോക്കുക. അപ്പൊ നിങ്ങൾക്ക് നമ്മുടെ ടെലഗ്രാം ചാനൽ കാണാൻ കഴിയും. അതിൽ നിങ്ങൾ ജോയിൻ ചെയ്താൽ മതി. അതിനകത്ത് എന്ത് ചെയ്യാം, ഇതിന്റെ ഡീറ്റെയിൽസ് ഞാൻ നിങ്ങൾക്ക് അതിനകത്ത് ഇട്ടേക്കാം. ഓക്കെ. അതുപോലെ തന്നെ വളരെ പ്രധാനപ്പെട്ട മറ്റൊരു കാര്യം കൂടി പറയാനുണ്ടായിരുന്നു. നമ്മുടെ CPO WCPOയുടെ ക്രാഷ് കോഴ്സ് ബാച്ച് നിലവിൽ ഇപ്പോൾ സ്റ്റാർട്ട് ചെയ്തിട്ടുണ്ട്. അപ്പൊ നിങ്ങൾക്ക് ജോയിൻ ചെയ്യണമെന്നുണ്ടെങ്കിൽ സ്പെഷ്യൽ ടോപ്പിക്കുകൾ കംപ്ലീറ്റ് ആയിട്ട് കവർ ചെയ്യാൻ പറ്റും. സ്പെഷ്യൽ ടോപ്പിക്കിന്റെ കംപ്ലീറ്റ് ക്ലാസ്സും നോട്ട്സും അതിനകത്ത് അവൈലബിൾ ആണ്. ജോയിൻ ചെയ്യാൻ താല്പര്യമുള്ളവർക്ക് എത്രയും വേഗം എന്ത് ചെയ്യാം, ഇതിലേക്ക് ജോയിൻ ചെയ്യാനായിട്ട് കഴിയുന്നതാണ്. ഓക്കെ. അപ്പൊ നിലവിൽ ഇപ്പോൾ 600 രൂപയാണ് പേയ്മെന്റ് ആയിട്ടുള്ളത്. നിങ്ങൾക്ക് ക്രാഷ് കോഴ്സ് ആയതുകൊണ്ട് തന്നെ ഈ 600 രൂപ മാറ്റിയിട്ട് നിലവിൽ പേയ്മെന്റ് എന്ന് പറയുന്നത് 500 രൂപയാണ് കേട്ടോ. 500 രൂപ പേയ്മെന്റ് ചെയ്ത ശേഷം ഇതേ സെയിം നമ്പറിൽ പേയ്മെന്റിന്റെ സ്ക്രീൻഷോട്ട് അയച്ചാൽ നിങ്ങളെ ഗ്രൂപ്പിലേക്ക് ആഡ് ചെയ്യുന്നതായിരിക്കും. അപ്പോൾ ഈ ഒരു ഓഫർ ഇന്നത്തേക്ക് മാത്രമേ അവൈലബിൾ ആയിട്ട് ഉണ്ടായിരിക്കത്തുള്ളൂ. ഓക്കെ. അപ്പൊ എത്രയും വേഗം തന്നെ ജോയിൻ ചെയ്യാൻ താല്പര്യമുള്ളവർ ജോയിൻ ചെയ്യുക. ഓക്കെ. അതുപോലെ തന്നെ നിങ്ങൾക്ക് ഫയർമാൻ ബാച്ച് അവൈലബിൾ ആണ്. എക്സൈസിൻ്റെതും ബീറ്റ് ഫോറസ്റ്റിൻ്റെതും ഒക്കെ അവൈലബിൾ ആണ്. ഡ്രൈവർ തസ്തികയിലേക്ക് നോക്കുന്നവർക്ക് CPO WCPO ഡ്രൈവർ, ഫയർഫോഴ്സ് ഡ്രൈവർ ബാച്ചുകളും അവൈലബിൾ ആണ്. ഓക്കെ. അപ്പോ അടുത്ത ഏറ്റവും പ്രധാനപ്പെട്ട വാർത്ത എന്ന് പറയുന്നത് നമ്മുടെ LDC അതുപോലെ തന്നെ ലാസ്റ്റ് ഗ്രേഡിന്റെ റാങ്ക് ലിസ്റ്റുകൾ തീരുന്നു. നിയമനം കാത്തിരിക്കുന്നത് 21,644 പേരാണ്. ഇതുവരെ നിയമന ശുപാർശ പോയത് 45% മാത്രമാണ്. LDCയുടെയൊക്കെ പരമാവധി ഒഴിവുകൾ റിപ്പോർട്ട് ചെയ്യാനായിട്ട് നിർദ്ദേശം വന്നിട്ടുണ്ട്. നടക്കട്ടെ. അതുപോലെ തന്നെ KSന്റെ പരീക്ഷ എഴുതിയത് പകുതി പേര് മാത്രമാണെന്നുള്ളതാണ് കേട്ടോ. അപ്പൊ നിങ്ങൾ കൺഫർമേഷൻ കൊടുത്തിട്ട് പരീക്ഷ എഴുതാതെ പോയാൽ കേരള PSC അത് ടൈറ്റ് ചെയ്യും. കാരണം അതിന് യാതൊരു സംശയമില്ല. കേരള PSC എന്ത് ചെയ്യും, ഈ പ്രൊഫൈൽ ബ്ലോക്കിംഗ് എന്ന് പറയുന്ന ഒരു സെറ്റപ്പിലേക്ക് അവർ പോകാൻ ചാൻസ് ഉണ്ട്. അതുകൊണ്ട് കൺഫർമേഷൻ കൊടുക്കുന്നവർ ദയവായിട്ട് പരീക്ഷ എഴുതാനായിട്ട് ശ്രദ്ധിക്കുക. അല്ലെങ്കിൽ അത് എല്ലാവർക്കും അത് പണി കിട്ടാൻ ചാൻസ് ഉണ്ട്. അതുപോലെ തന്നെ ഡയറക്ടർ ലെക്ചർ UPSC ഇന്റർവ്യൂകൾ ജൂലൈയിൽ നടക്കുന്നുണ്ട്.
അതുപോലെ തന്നെ ഏറ്റവും അടുത്ത പ്രധാനപ്പെട്ട വാർത്ത എന്ന് പറയുന്ന അശ്വാരൂഢ സേന കോൺസ്റ്റബിളിലേക്കുള്ള നിയമനം ട്രൈബ്യൂണൽ ഉത്തരവിന് വിധേയമെന്ന് പറയുന്നുണ്ട്. വനിതാ പോലീസിലേക്ക് 144 പേർ കൂടി സേനയിലേക്ക് വരുന്നുണ്ട്. SIയുടെ അവസാനിച്ച ലിസ്റ്റിൽ നിന്ന് 77 പേർ കൂടി നിയമനം പോയിട്ടുണ്ട്. വളരെ നല്ല കാര്യം. അതുപോലെ തന്നെ അസിസ്റ്റന്റ് സെയിൽസ്മാന്റെ 1.3 ലക്ഷം അപേക്ഷകൾ അസാധുവായിട്ടുണ്ട്. അപേക്ഷ നടക്കാൻ പോകുന്നത് ഓഗസ്റ്റ് 2-നും 9-നും ആയിട്ടാണ് കേട്ടോ. അപ്പോൾ 1.5 ലക്ഷം പേരുടെ ഏകദേശം 1,30,000 പേരുടെ അപേക്ഷകളാണ് ഇതിനകത്ത് അസാധുവായി പോയിട്ടുള്ളത്. അപ്പോൾ നിങ്ങൾ ആലോചിച്ച് നോക്കുക എത്ര പേരാണ് കൺഫർമേഷൻ കൊടുക്കാത്തത്. പരീക്ഷ എഴുതുന്നത് 3,96,476 പേരാണ് പരീക്ഷ എഴുതുന്നത്. 9 വിഷയങ്ങളിലായിട്ട് ഹൈസ്കൂൾ ടീച്ചർ അപേക്ഷകൾ വിളിച്ചിട്ടുണ്ടായിരുന്നു. ഈ അപേക്ഷകൾ വിളിച്ചതിൽ തന്നെ 7,386 അപേക്ഷകൾ അസാധുവായിട്ടുണ്ട്. പരീക്ഷയ്ക്ക് എഴുതുന്നത് ടോട്ടൽ 9 വിഷയങ്ങളായിട്ട് പരീക്ഷ എഴുതുന്നത് 66,000 പേരാണ് പരീക്ഷ എഴുതുന്നത്. ഓക്കെ, അപ്പോൾ എന്തായാലും അത്രയും കാര്യങ്ങളൊന്നും നിങ്ങൾ നോക്കുക. ഇതിൽ ഓരോ സബ്ജക്റ്റും എത്ര പേര് പരീക്ഷ എഴുതുന്നു എന്നുള്ള കാര്യം ഇതിനകത്ത് നോക്കിയിട്ട് കൊടുത്തിട്ടുണ്ടായിരുന്നു. എന്തായാലും ആ ഒരു കാര്യം കൂടി നിങ്ങൾക്ക് ഞാൻ വായിച്ചു തരാം. 9 വിഷയങ്ങളായിട്ട് ഹൈസ്കൂൾ തസ്തികയിലേക്ക് ഓഗസ്റ്റ് 1 മുതൽ 20 വരെ വിവിധ തീയതികളിലായിട്ട് നടക്കുന്ന പരീക്ഷകൾ, ഓഗസ്റ്റിലാണ് അവരുടെ പരീക്ഷകൾ നടക്കുന്നത്. അതില് 7,386 പേരുടെ അപേക്ഷകളാണ് അസാധുവായിട്ടുള്ളത്. മലയാളം, സംസ്കൃതം, നാച്ചുറൽ സയൻസ്, തമിഴ്, ഉറുദു, ഫിസിക്കൽ സയൻസ്, ഹിന്ദി, മാത്തമാറ്റിക്സ്, ഇംഗ്ലീഷ് വിഷയങ്ങളിലായിട്ട് 73,386 പേരാണ് അപേക്ഷ നൽകിയിരുന്നത്. അതിൽ 66,000 പേര് കൺഫർമേഷനും കൊടുത്തു. ബാക്കിയുള്ളവർ കൺഫർമേഷൻ കൊടുത്തില്ല. നല്ല കാര്യം, പരീക്ഷ എഴുതുന്നവർ മാത്രം കൊടുത്താൽ മതിയല്ലോ. അടുത്ത ഏറ്റവും കൂടുതൽ പരീക്ഷ എഴുതുന്നത് HST ഫിസിക്കൽ സയൻസിലാണ്. 18,000 പേരാണ് ഫിസിക്കൽ സയൻസിൽ പരീക്ഷ എഴുതുന്നത്. ഉറുദുവിൽ 126 പേരെ പരീക്ഷ എഴുതുന്നുള്ളൂ. മറ്റു വിഷയങ്ങളിലായിട്ട് പരീക്ഷ എഴുതുന്നവരുടെ എണ്ണം മലയാളത്തിൽ 5,594 പേര്, സംസ്കൃതത്തിൽ 891 പേര്, നാച്ചുറൽ സയൻസിൽ പരീക്ഷ എഴുതുന്ന 11,000 പേര്, തമിഴിൽ 186 പേര്, ഹിന്ദിയിൽ 3,313 പേര് മാത്രമാണ്. മാത്സിൽ 11,000 പേര് പരീക്ഷ എഴുതുന്നുണ്ട്. ഇംഗ്ലീഷിൽ എഴുതുന്ന 14,000 പേരാണ്. ഫിസിക്കൽ സയൻസ് പരീക്ഷ ഓഗസ്റ്റ് 6 നടത്തുമെങ്കിലും തുടർ നടപടികൾ അഡ്മിനിസ്ട്രേറ്റീവ് ട്രൈബ്യൂണലിന്റെ കേസിന്റെ ഉത്തരവിന് വിധി അനുസരിച്ചിരിക്കുമെന്നൊക്കെയാണ് പറയുന്നത്. അപ്പോൾ ഇതാണ് നമ്മുടെ HSTയുടെ കാര്യത്തിനുള്ള ഏറ്റവും പ്രധാനപ്പെട്ട അപ്ഡേറ്റുകൾ. പിന്നെ PSC പുതിയ നിയമനില എന്ന് പറഞ്ഞിട്ട് സ്റ്റാഫ് നേഴ്സ്, LGS കോഴിക്കോട്, അസിസ്റ്റന്റ് പ്രസിഡന്റ് ഓഫീസർ, ഡ്രാഫ്റ്റ്മാന്റെ കാര്യങ്ങളൊക്കെ കൊടുക്കുന്നുണ്ട്. അതുപോലെ 24 കാറ്റഗറികളിലായിട്ട് ഡ്രൈവർ പരീക്ഷയ്ക്ക് 74,523 പേരാണ്. ഈ പരീക്ഷ നടക്കാനായിട്ട് പോകുന്നത് തീയതി ഓഗസ്റ്റ് 26 മാറ്റിയിട്ടുണ്ട്. അതുപോലെ തന്നെ ഡിഗ്രി പ്രിലിംസിന്റെ 1ാം ഘട്ടത്തിലെ 5 ചോദ്യങ്ങൾ ഒഴിവാക്കി 3 ചോദ്യങ്ങൾ തിരുത്തി എന്ന് പറയുന്നുണ്ട്. കേരള ബാങ്ക് അസിസ്റ്റന്റ് മാനേജറിന്റെ ഇന്റർവ്യൂ ജൂലൈ 16 മുതൽ നടക്കും. അതുപോലെ തന്നെ ഈ ആഴ്ച, അടുത്ത ആഴ്ച നടക്കാൻ പോകുന്ന ഏറ്റവും പ്രധാനപ്പെട്ട PSCയുടെ പരീക്ഷകൾ, ഇന്റർവ്യൂകളൊക്കെ ഇതിനകത്ത് പറയുന്നുണ്ട്. അതുപോലെ തന്നെ PSC അഡ്വൈസ് അപ്ഡേറ്റ് ആയിട്ട് LDC കാസർഗോഡ്, LDC കോഴിക്കോട്, LDC കണ്ണൂര്, ഡ്രാഫ്റ്റ്മാൻ, HST മാത്തമാറ്റിക്സ്, LPSC ആലപ്പുഴ ഇതൊക്കെ ഇതിനകത്ത് വരുന്നുണ്ട്. ഓക്കെ, അപ്പോൾ ഇത്രയും കാര്യങ്ങളൊക്കെ തന്നെയാണ് ഈ ആഴ്ചയിലെ ഏറ്റവും പ്രധാനപ്പെട്ട PSC വാർത്തകളും അപ്ഡേറ്റുകളും. അപ്പൊ എന്തായാലും നിങ്ങൾക്ക് വീഡിയോ ഉപകാരപ്പെട്ടിട്ടുണ്ടെങ്കിൽ തീർച്ചയായും വീഡിയോ ഒന്ന് ലൈക്ക് ചെയ്യുക, നിങ്ങളുടെ കൂട്ടുകാർക്ക് കൂടി വീഡിയോ ഒന്ന് ഷെയർ ചെയ്ത് കൊടുക്കുക. അതുപോലെ ഞാൻ പറഞ്ഞ പോലെ തന്നെ നിങ്ങൾക്ക് ഏതെങ്കിലും ബാച്ചിലേക്ക്, നമ്മുടെ കോഴ്സ് ബാച്ചുകളിലേക്ക് ഏതെങ്കിലും ജോയിൻ ചെയ്യാൻ താല്പര്യം ഉണ്ടെന്നുണ്ടെങ്കിൽ താഴെ സ്ക്രോൾ ചെയ്യുന്ന നമ്പറിൽ ഏത് ബാച്ചാണ് വേണ്ടത് എന്നുള്ള കാര്യം നിങ്ങൾ വാട്സപ്പിൽ ഒരു മെസ്സേജ് അയച്ചാൽ മതി. കൂടുതൽ ഡീറ്റെയിൽസ് ഞാൻ നിങ്ങൾക്ക് അയച്ചു തരുന്നതായിരിക്കും. ഓക്കെ, അപ്പൊ എന്തായാലും പുതിയൊരു വീഡിയോ അപ്ഡേറ്റ് ഒക്കെ ആയിട്ട് നമുക്ക് ഉടനെ തന്നെ കാണാം. അതുവരേക്കും എല്ലാവർക്കും ബൈ ബൈ ബൈ, ടേക്ക് കെയർ.